26 ജൂലൈ 2025 നടന്ന സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് കോൺസ്റ്റബിൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസാണ്, GK ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1809 കുണ്ടറ വിളംബരം നടത്തി. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ്. ഇത് ശരിയായത് 2ഉം 3ഉം ആണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. 1809 കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഓക്കെ, അതുപോലെ തന്നെ 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് തെറ്റാണ്. അപ്പോൾ ഉത്തരം ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. അടുത്തത്, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കറുപ്പ് യുദ്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയും ചൈനയുമാണ്. MD വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? പത്മവിഭൂഷണമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായത് ഏതാണെന്ന് ആദ്യം വായിക്കാം. 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയാണ് പറയുന്നത്. നോക്കിയേ, 45 ഒക്ടോബർ 24, 1945 ഒക്ടോബർ 24. അത് കഴിഞ്ഞ് നോർവേക്കാരനായ ട്രിക്വലിയാണ് ആദ്യ സെക്രട്ടറി ജനറൽ. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ്. ഇതൊക്കെ വെറും ബേസിക്കായിട്ട് പറയുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമാണ് ഈ പറഞ്ഞ UN, ഐക്യരാഷ്ട്ര സംഘടന. ഡേറ്റ് ഓർത്ത് വെക്കുക, 1945 ഒക്ടോബർ 24. അടുത്ത ക്വസ്റ്റ്യൻ, 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. അതിൽ ശരിയായതൊക്കെ ഏതാണെന്ന് നോക്കി പഠിക്കുക. മംഗൾ പാണ്ഡെയായിരുന്നു ആദ്യ രക്തസാക്ഷി. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. തെറ്റായത് ഇവിടെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇവിടെ ഞാൻ പറഞ്ഞേക്കാം. തെറ്റായത്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണോ? അല്ല, മീററ്റിലല്ലേ? ഓക്കെ, മീററ്റിലാണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസം വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഇത് ഒരുപാട് വട്ടം ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി എന്ത്? വാവുവേലി. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവുവേലി. ഇനി, സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. സുബൻസിരി നദി ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രമാണ് ഏത്? നീലഗിരി എന്ന് പറയുന്നത്. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്ത്? സിറസ് മേഘങ്ങൾ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. നീ നോക്കിയേ, താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാങ്കം മീൻ കാണുക. പിന്നെ അങ്ങോട്ട് അത് മീഡിയം കാണാനാണ്. മീഡിയം കാണാൻ അറിയാലോ. മീഡിയം കാണാൻ ചെറുതിൽ നിന്ന് വലുതോട്ട് എഴുതുക, നടുക്കുള്ളത് ഏതാണെന്ന് വെച്ചാൽ എഴുതുക. അങ്ങനെ മീഡിയം കാണുന്നത്. ഇവിടെ ഉത്തരം 32 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷ്യോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഏതെല്ലാം? 1, 3, 4 ആണ്. വായിച്ചു നോക്കാം. മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അത് കഴിഞ്ഞു നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യ നടപ്പിലാക്കിയ കൃഷ്യോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഏതെല്ലാമെന്ന് ചോദിച്ചാൽ മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, അത് കഴിഞ്ഞ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഓക്കെ,
ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറും അതുപോലെ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറും നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷനും. അടുത്ത ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. 2022-23 ബഡ്ജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് ആരെ പറയുന്നതിൽ ഏതെല്ലാമാണ് ശരി? 1, 2, 4 സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം. അതുപോലെ തന്നെ ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാത തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. അപ്പോൾ 2022-23 ബഡ്ജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് ശരിയായത് ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം, ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാത തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതാണ്? തെറ്റായത് പറയുന്നതിന് മുമ്പ് നമുക്ക് ശരിയായത് പഠിക്കാം. റിപ്പോ നിരക്ക് 6.50%. മാർജിനൽ സ്റ്റാൻഡേർഡ് ഫെസിലിറ്റി നിരക്ക് ഏതാണ്? 6.75. ക്യാഷ് റിസർവ് റേഷ്യോ 4.50. ശരിയായത് പഠിച്ചു വെക്കുക. ഓക്കെ. തെറ്റായത് ബാങ്ക് നിരക്കാണ്. 5.25% ആണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അപ്നി മാണ്ടി. ഇത് വലുതായിട്ട് കേട്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് നോക്കി വെക്കുക. പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അപ്നി മാണ്ടി. ഇന്ത്യൻ ഭരണ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതൊക്കെ നമ്മൾ കണ്ടുമടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയെ ഹൃദയ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 32. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? 42. വർഷം ഏതാണ്? 1976. അടുത്ത രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. രാജ്യസഭ 250 അംഗങ്ങളാണ്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ലോക്സഭ എന്താണ് പറഞ്ഞത്? അധോസഭ. ഓക്കെ. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതി. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? രാഷ്ട്രപതി. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്? ഐറിഷ് ഭരണഘടന. DPSP എന്ന് പറയുന്നത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു? സുകുമാർ സെൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലം. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലുള്ള മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ചോവന. എംഫിസിമ എന്ന അവയവത്തെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ് ഇത്? ശ്വാസകോശം. എംഫിസിമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണെന്ന്? ശ്വാസകോശം. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അയഡിൻ. രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡിയാണ്. അപ്പോൾ ശരിയായവ നോക്കി. പ്രോട്ടോസോവ മലമ്പനിയ എന്നറിയാം. ബാക്ടീരിയ ക്ഷയം. ഫംഗസ് വട്ടച്ചൊറി. തെറ്റായത് വൈറസ് ന്യൂമോണിയ. വൈറസുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കോവിഡ് പറയാം, ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ ഇതൊക്കെ പറയാം. അടുത്തത് ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം ആണ്? 2, 3 അത് നോക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. ശരി. സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണത്തിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു.
സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ഇപ്പോൾ 2, 3 ശരി. അതുപോലെ തന്നെ ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അത് തെറ്റാണ്. ആണോ? അല്ല, സ്ട്രാറ്റോസ്ഫിയറിലാണ്. പെലാഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗമാണ്? ഏതാണ് ജീവകം? പെലാഗ്ര എന്ത് ജീവകത്തിൻ്റെ വൈറ്റമിൻ്റെ കുറവ് മൂലമാണ്? ജീവകം B3 ആണ്. ഒരു ലെൻസിൻ്റെ പവർ +2.5D ആണ്. ഇത് ഏത് ലെൻസാണ്? ഇതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? കോൺവെക്സ് ലെൻസാണ്. 40 സെൻറ്റിമീറ്റർ ആണ്. താരെ പറയുന്നതിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ? ഏതിലാണ്? സ്റ്റീലിലാണ്. പ്രതലബലം S-ഉം ആരം 6-ഉമുള്ളൊരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദമാണ് 4S/6. 4S/6. ഇസ്രോയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. രണ്ടും അങ്ങോട്ട് 23 അല്ലേ? ഓർത്തു വെക്കുക. ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 3 NH4Cl ജലീയ ലായനിയുടെ pH മൂല്യം 7 കുറവാണ്. അതുപോലെ തന്നെ CHCONA ജലീയ ലായനിയുടെ pH മൂല്യം 7 കൂടുതലാണ്. താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനമല്ലാത്തത് ഏതാണ്? 3ാമത്തെയാണ്. കാൽഷ്യം കാർബണേറ്റ്. എന്താണ്? കാൽഷ്യം CaO+CO2 ആവും. ബാക്കിയെല്ലാം ശരിയാണ്. കോളം 1 മൂലകങ്ങളെ കോളം 2 അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോനെഗറ്റീവുമായി ചേരുംപടി ചേർത്ത് എഴുതണം. ബോറോണ് ഏതാണ്? ബോറോണ് 2. കാർബണ് 2.5. നൈട്രജന് 3. ബെറിലിയം 1.5. 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നോട്ടഡ്. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന. 1847 ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. ശരി. മലയാളത്തിലെ 2ാമത്തെ പത്രം പശ്ചിമ നവോദയം ഹെർമൻ ഗുണ്ടർട്ട് 1847 ആരംഭിച്ചു. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏത്? ശരിയായവ നോക്കാം. എല്ലാം ശരിയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്ന മലയാളിയാണ് PR ശ്രീജേഷ്. ശരി. ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ 2019 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായവ കണ്ടെത്താനാണ്. 2, 3 ശരിയായവ പറയാം. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വംശനാശത്തിൻ്റെ വക്കിലത്തെ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനർജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെൻറ് എന്താണ്? ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. താരപ്പെടുന്നത് ശരിയായ പ്രസ്താവന. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുത നമ്പൂതിരി. ശരി. വെളിച്ചം ദുഃഖമാണുണ്ണി അതെന്നൊക്കെ പറഞ്ഞ ഏത് അതായത് 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം അക്കിത്തത്തിൻ്റെ അത് ഏത് കൃതിയിൽ നിന്നുമാണെന്നാണ്? ഓക്കെ അങ്ങനെയല്ല. 2019 ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുത നമ്പൂതിരി. ശരിയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി തപസ്സല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിൻ്റെ 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നാണ്. ചിലപ്പോൾ ഇനിയുള്ള ഒരു എക്സാമിന് ഈ വെളിച്ചം ദുഃഖമാണുണ്ണി അക്കിത്തത്തിൻ്റെ ഏത് ഇതിഹാസത്തിലെ ഏത് കൃതിയിലെയാണെന്ന് ചോദിക്കും. 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം. അത് ഓർത്ത് വെക്കുക. അടുത്ത താഴെ പറയുന്നവയിൽ ശരിയായവ നോക്കാം. വക്കം അബ്ദുൽ ഹാദ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. ശരി. അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ്. ശരി. ഒറ്റയാന കണ്ടെത്തുക. ഇത് കണക്കിലെ ചോദ്യങ്ങളാണ്. അത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഉത്തരം വെറുതെ ചെയ്യാതെ പറഞ്ഞു പോയിട്ടും കാര്യമൊന്നുമില്ല അല്ലേ? അപ്പോൾ അത് പോട്ടെ, നമുക്ക് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലീസ് എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് തന്നേക്കുന്നത് അല്ലേ. നമുക്കിവിടെ GK ക്വസ്റ്റ്യൻസ് ആണല്ലോ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ നമുക്ക് ഇവിടെ ഇനി ബാക്കി മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ട്. നിയമങ്ങളിനകത്ത് മലയാളം നോക്കാവേ. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ചന്ദ്രൻ. തെറ്റായ പദവിനകത്ത് ഏതാണ്? വൃശ്ചികമാണ്. നാഗം എന്നതിൻ്റെ വിപരീതം എന്താണ്? നരകം. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം കൃതകൃത്യ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം ശബ്ദം. എരിതീയിൽ എണ്ണയൊഴിക്കുക. ടു ആഡ് ഫുവൽ ടു ദ ഫയർ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ബഹുവചന രൂപമല്ലാത്തത് പെങ്ങളാണ്. മക്കൾ ആണുങ്ങൾ, അമ്മമാരെല്ലാം ബഹുവചനമാണ്. ജഗ്മനസ് പിരിച്ചെഴുതുക. ജഗത് പ്ലസ് മനസ്സ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ചു അലങ്കരിക്കുന്നവർ. ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. കോൺസെൻസസ്. വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് കാറ്റസ്? കാറ്റായി. Fill in the blanks. I need dash new laptop for my work. A. Neither the team nor the coach dash satisfied with the result. Is. Convert the following sentence into passive. My mother prepared a delicious meal. A delicious meal was prepared by my mother. Choose the correct option to complete the sentence. She performed dash in the dance competition. Well in the dance competition. Identify the antonym. Benevolent, malevolent. ATM എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. സിനോണിം ഫോം voracious, insatiable. Which sentence is grammatically correct? She doesn't like pizza. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് ബാക്കിയുള്ളത് നമ്മുടെ CPU എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് നിയമവുമായി ബന്ധപ്പെട്ടുണ്ട്. പോസ്കോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവന ശരിയേത്? ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ഈ അവസാനം നടന്ന CPU എക്സാമുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഈ ക്വസ്റ്റ്യൻസുകൾ നല്ല രീതിയിൽ പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് ഇതിനകത്ത് കുറച്ചെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് ചോദിക്കും.